Hello guys. Hello guys. Welcome back to my YouTube channel. അപ്പൊ നമ്മൾ എങ്ങോട്ടാ മൽക്കന്ന് പോണത്? ഹൈഫ അതാരാ? അതെ ഗായ്സ്, അപ്പൊ ഞങ്ങൾ എന്റെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. 2 months ആയിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവൾ ഇതുവരെ കാണാൻ പോയിട്ടില്ല. ഓരോ തിരക്ക്, അവളും തിരക്കില് ഞാനും തിരക്കില്. അങ്ങനെ ഫൈനലി ഇന്നാണ് നമ്മളൊന്ന് റെഡി ആയിട്ട് എന്തായാലും ഒന്ന് മീറ്റ് ചെയ്യാം എന്നുള്ള പ്ലാൻ ആക്കിയത്. അപ്പൊ എന്തായാലും ഒന്ന് അവളെ കാണാൻ വേണ്ടിട്ട് പോവാണ്. നമ്മളിപ്പോ പോണത് അൽവാദ മാളിലാണ്. അപ്പൊ എന്തായാലും അവൾ അവിടേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അവളും ഞാനും സ്റ്റേ ചെയ്യുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ആണ്. അവള് കുറച്ച് എൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു ലോങ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും അവളെ പോയി കണ്ടുനോക്കാം. എന്താ മൽക്കാം, എന്തായാലും അവളെ മീറ്റ് ചെയ്യാൻ പോയേക്കാം. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ നേരെ അൽവാദ മാളിലെത്തി. അപ്പോഴേക്കും ഹൈഫയും എത്തിയിട്ടുണ്ടായിരുന്നു. ഹൈഫയ്ക്ക് 2 ബേബീസാണ്. അപ്പം അവരൊക്കെ ആയിട്ടാണ് ഹൈഫയും വന്നിട്ടുള്ളത്. എൻ്റെ മോൾ ആദ്യമൊക്കെ കുറച്ച് ഷൈ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പപ്പാറൊട്ടിയിലായിരുന്നു. അവിടെ ഹൈഫയുടെ സ്പെഷ്യൽ കുറച്ച് ഡിസേർട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ എപ്പോഴും കഴിക്കുന്ന കുറച്ച് ഡിസേർട്ട്സ്. എൻ്റെ മോളാണെങ്കിൽ ബേബീൻ്റെ അടുത്ത് പോകണം, പക്ഷേ അങ്ങോട്ട് അവളൊരു ഇത് അനുവദിക്കുന്നില്ല എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. അങ്ങനെ ഏതായിരുന്നു അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡെസേർട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടതും എൻ്റെ മൽക്ക പിന്നെ കഴിക്കാൻ തുടങ്ങി. ചോക്ലേറ്റ് ആണല്ലോ അവൾക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ 2 ക്യാപ്പിച്ചൂനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ ഒക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തു. പപ്പാറൊട്ടിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മളിങ്ങനെ മാളിലൂടെ നടക്കുകയാണ്. ഒരുപാട് കാലമായി ഞാനും വൈഫ് ഇങ്ങനെയൊക്കെ നടന്നിട്ട്. പണ്ട് സ്കൂൾ പഠിക്കുമ്പം നടന്നൊരു ഓർമ്മയൊക്കെയാണ് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും ഇത് എൻ്റെ മോൾ അവരായിട്ട് ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്സായി, ഭയങ്കര കളിയായി. പിന്നെ ഹൈഫയുടെ 2nd ബേബിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം ബേബിനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഇതാക്കുന്നുണ്ട്. പക്ഷേ ബേബി വേറെ ഏതൊരു മൂഡിലായിരുന്നു. പക്ഷേ ബേബി എല്ലാവരുടെ അടുത്തും വരുന്നൊരു ബേബി ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നൊന്നും അറിയാതെ ഞങ്ങൾ ഇങ്ങനെ മാളിലൂടെ അങ്ങ് തേരാപ്പാരാ നടക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. മക്കൂനും ഹൈനൂനൊക്കെ നമ്മൾ BR ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ കണ്ണിലങ്ങ് പൊടിയിട്ടു. അത് പിന്നെ BR കണ്ടാൽ എവിടെ നിന്നായാലും അവർ വെറുതെ വിടൂല, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ഏകദേശം ഒരു വിധത്തിൽ അങ്ങ് സെറ്റായിട്ടുണ്ട്. എൻ്റെ മോള് പിന്നെ അവരായിട്ട് പെട്ടെന്ന് കമ്പനിയായി. എപ്പോഴത്തെയും പോലെയല്ല, എനിക്കെന്നെ അത്ഭുതമായിരുന്നു. ആദ്യം പരിചയമുള്ളൊരു രീതിയിലായിരുന്നു മൽക്കയുടെ പെരുമാറ്റം പിന്നീട് അങ്ങോട്ടുണ്ടായത്. പിന്നെ ഞാൻ കുറച്ച് നേരം വാവനൊക്കെ എടുത്തു. വാവയും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എടുക്കാനൊക്കെ നല്ല രസമായിരുന്നു. നല്ല ചിരിച്ച് കളിച്ചിരിക്കുന്നൊരു വാവയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വാവയൊക്കെ കളിപ്പിച്ചു. പിന്നെ ഞാനും ഹൈഫയും ഒക്കെ കുറേ നേരം അങ്ങ് വർത്താനം പറഞ്ഞിരുന്നു. ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. കുറച്ചായി നമ്മൾ കണ്ടിട്ട്, കുറച്ചെന്ന് പറയുമ്പോൾ കുറച്ച് മാസങ്ങളായി കണ്ടിട്ട്. പിന്നീട് അങ്ങോട്ട് നടന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹൈനൂൻ്റെ വികൃതി, ചില്ലറൊരു വികൃതിയല്ലായിരുന്നു ആ മാളിൽ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ മോളും കൂടി ഉണ്ടായതുകൊണ്ട് പറയണ്ട, 2 പേരും ആ മാളങ്ങ് പൊളിച്ചടക്കിയെന്ന് പറയാം. പിന്നെ അതിനിടയിൽ ഹൈഫ എന്തൊക്കെയോ വാങ്ങിച്ചു കുടിക്കുന്നുണ്ടായിരുന്നു. അവൾ വലിയ ഡയറ്റാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എവിടെ ശരിക്കൂ അമ്മച്ചിനാണ് ഐഫനാണ് ഇഷ്ടം? ഒറ്റ നേരം കൊണ്ട് കാലുമാറി ഐഫൻ ഇഷ്ടം. എന്ത് കണ്ടിട്ടാ ചോളം ഇഷ്ടാന്ന് അറിയണത്? ഐഫന്റെ മോൻ ഇതവിടെ തകർന്നു മറിച്ചോണ്ട്. പിന്നീട് നമ്മൾ വിചാരിച്ചു ഏതെങ്കിലും ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് പറ്റിയ ഡ്രസ്സൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചു. പെരുന്നാളൊക്കെ ആവാറായല്ലോ, അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എവിടെ നിന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കാനാണ് നേരം? ഈ 2 എണ്ണത്തിൻ്റെ പിന്നാലെ പോകാൻ മാത്രമേ നേരം ഉണ്ടായിട്ടുള്ളൂ.
അത്രക്കും നോട്ടിന്ന് പറയില്ല, അതിനേക്കാൾ അപ്പുറത്തായിരുന്നു ഇവരുടെ രണ്ടുപേരുടെ അവസ്ഥയും. മാളിലുള്ള എല്ലാവരും അവരെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നടന്നില്ലെങ്കിലും അവരുടെ പരിപാടികളൊക്കെ അവിടെ കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ടൈം അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു, ഒരു ഡിന്നർ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോഴും ഇവർ വീണ്ടും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലോറിലൊക്കെ ഇരുന്നിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവാത്ത രണ്ട് പിള്ളേരെന്ന് അറിയില്ല, അമ്മാതിരി നോട്ടിനെസ് ആയിരുന്നു അവർക്ക്. അങ്ങനെ ഞങ്ങൾ KFC ഒക്കെ ഓർഡർ ആക്കി. ഞങ്ങൾ KFC കഴിക്കാമെന്ന് വിചാരിച്ചതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും സംസാരിച്ചു. അത്യാവശ്യം നല്ലൊരു ടൈം തന്നെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും KFCയും ഇതൊക്കെ കഴിച്ച് നല്ല രീതിയിൽ അങ്ങ് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. മാളിൽ നിന്ന് ഏകദേശം ഇറങ്ങാമെന്നുള്ള പ്ലാനൊക്കെ ആക്കി. അപ്പോഴേക്കും നമ്മുടെ ഹൈനു മൽക്കൊക്കെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു ഗിഫ്റ്റായിട്ട്. അതവൻ വരുമ്പോഴേ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മൽക്ക് അതങ്ങ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഭയങ്കര അവനായിട്ട് കമ്പനി ആയതിനു ശേഷമാണ് അവളത് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാൻ തന്നെ ആക്കി. കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു ഹൈഫൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെമ്മറബിൾ ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.